ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിൻ്റെയും എഡ്ജ് സെറ്റിൻ്റെയും സബ്സെറ്റുകൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ജി എന്നുള്ളൊരു ഗ്രാഫ്, അതിൻ്റെ വെർട്ടെക്സ് സെറ്റാണ് വി എന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ വെർട്ടെക്സ് സെറ്റിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് യു ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. സോ ജി എന്നുള്ള ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റാണ് വി, അതിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് യു എന്ന് വിചാരിക്കുക. നോൺ എംപ്റ്റി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഗ്രാഫ് ആവണമെങ്കിൽ മിനിമം ഒരു വെർട്ടെക്സ് എങ്കിലും അവിടെ വേണം, അതുകൊണ്ടാണ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി ആണ് യു. ദെൻ യു ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫ്, അതിൻ്റെ നൊട്ടേഷനാണ് ജി ഓഫ് യു. ആ സബ് ഗ്രാഫ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആ സബ് ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റ് യു തന്നെയാണ്. ദെൻ അതിൻ്റെ എഡ്ജ് സെറ്റ് എന്നുള്ളത് ഗ്രാഫ് ജിയിലെ എഡ്ജസ്, അതിൻ്റെ രണ്ട് എൻഡും യുവിൽ വരുന്ന രീതിയിലുള്ള ഏതൊക്കെ എഡ്ജസ് ആണ് ഗ്രാഫ് ജിയിലുള്ളത്, ആ എല്ലാ എഡ്ജസും ആ ഗ്രാഫിലുണ്ടായിരിക്കും, സബ് ഗ്രാഫിലുണ്ടായിരിക്കും. സോ ജി ഓഫ് യു ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് നമ്മൾ എടുത്തിട്ടുള്ള ആ സബ്സെറ്റ് ഏതാണോ അത് തന്നെ. ദെൻ ആ ഗ്രാഫിൽ ജിയിൽ ഉള്ള എഡ്ജസ് നോക്കുക, അതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റും യുവിൽ തന്നെ വരുന്ന രീതിയിലുള്ള ഏതൊക്കെ എഡ്ജസ് ഉണ്ടോ ഗ്രാഫ് ജിയിൽ, ആ എഡ്ജസ് എല്ലാം ജി ഓഫ് യുവിൽ നമ്മൾ വരയ്ക്കുക. അപ്പം അങ്ങനെയാണ് വെർട്ടെക്സ് സെറ്റിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് യു ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ജിയുടെ എഡ്ജ് സെറ്റാണ് ഇ എന്ന് വിചാരിക്കുക, അതിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റാണ് എഫ് എന്ന് വിചാരിക്കുന്നു. ദെൻ എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫ്, അതിൻ്റെ നൊട്ടേഷനാണ് ഈ ജി ഓഫ് എഫ്. അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ വെർട്ടെക്സ് സെറ്റ് ഇങ്ങനെയാണ്, എഫിലുള്ള എഡ്ജസുകളുടെ എൻ പോയിൻറ്റ്സ് അത് വെർട്ടിസസുകളായിരിക്കും. അങ്ങനെയുള്ള എല്ലാ വെർട്ടിസസുകളും എവിടെ വേണം, ജി ഓഫ് എഫിൽ വേണം. സോ എഫ് എന്നുള്ള സബ്സെറ്റിലുള്ള എഡ്ജസിൻ്റെ എല്ലാ എൻ പോയിൻറ്റ്സും നോക്കുക. ആ എൻ പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ജി ഓഫ് എഫിൽ വെർട്ടെക്സുകളായിട്ട് എടുക്കുക, വെർട്ടിസസ് ആയിട്ട് എടുക്കുക. ദെൻ എഫിലുള്ള എഡ്ജസ് ഏതാണോ ആ എഡ്ജസും കൂടി വരയ്ക്കുക. ഇങ്ങനെയാണ് എഡ്ജ് സെറ്റിൻ്റെ നോൺ എംപ്റ്റി സബ്സെറ്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ അതും കൂടുതൽ മനസ്സിലാക്കാം. കൺസിഡർ ദ ഗ്രാഫ് ജി ഗിവൺ ബിലോ. ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിൽ നമുക്ക് 6 വെർട്ടിസസ് ആണ് ഉള്ളത്, V1 V2 അങ്ങനെ V6 വരെ 6 വെർട്ടിസസും 11 എഡ്ജസും ആണ്. E1 E2 അങ്ങനെ E11 വരെ 11 എഡ്ജസും ഉള്ള ഒരു ഗ്രാഫ് ജി നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് V2 V3 V5. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് യു, നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു സബ്സെറ്റാണ് യു. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടത് ജി ഓഫ് യു ആണ്. അതുപോലെ തന്നെ എഡ്ജ് സെറ്റിൻ്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് തന്നിട്ടുണ്ട്, എഫ് എന്നുള്ള സെറ്റ്. E1 E2 E3 E5 E7 E9 നമ്മളോട് ജി ഓഫ് എഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് യു എന്നുള്ള സെറ്റിൽ നമുക്കുള്ള വെർട്ടിസസ് V2 V3 V5. V2 ഇതാണ്, V3 ദെൻ V5. സോ ആ 3 വെർട്ടെക്സുകളും വരയ്ക്കുന്നു. ഇത് V2, ഇത് V3 V5. അപ്പോൾ ഇതാണ് ജി ഓഫ് യുവിൻ്റെ വെർട്ടെക്സ് സെറ്റ്. അതായത് ജി ഓഫ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള യു ഏതാണോ അതാണ് അതിൻ്റെ വെർട്ടെക്സ് സെറ്റ്. ഇനി ഇതിൻ്റെ എഡ്ജ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ എഡ്ജ് സെറ്റ് ഓഫ് ജി ഓഫ് യു, ഗ്രാഫ് ജിയിലെ രണ്ട് എൻ പോയിൻറ്റും ഈ പറഞ്ഞ യുവിൽ വരുന്ന രീതിയിൽ ഏതൊക്കെ എഡ്ജസ് ഉണ്ടോ ആ എഡ്ജസ് ഒക്കെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ജസ്റ്റ് നോക്കിയാൽ മതി. E1 എന്നുള്ളത് അതിൻ്റെ ഒരു എൻ പോയിൻറ്റ് V1 ആണ്, മറ്റേ എൻ പോയിൻറ്റ് V2ലാണ്. ഒരു എൻ പോയിൻറ്റ് യുവിലുണ്ട്, പക്ഷേ അടുത്ത എൻ പോയിൻറ്റ് V1ലാണ്. അപ്പോൾ നമുക്ക് ഈ എൻ്റെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എഡ്ജ് E1 വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ എൻ പോയിൻറ്റ്സ് ഇവിടെ ഇല്ല. അപ്പോൾ E1 എന്തായാലും വരയ്ക്കാൻ പറ്റില്ല. E2ൻ്റെ ഒരു എൻ പോയിൻറ്റ് V1 ആണ്, ഒരു എൻ പോയിൻറ്റ് V3 ആണ്. സോ ഇതേപോലെ നേരത്തെ പറഞ്ഞ കേസ് പോലെ തന്നെ V1 അവിടെ ഇല്ലാത്തതുകൊണ്ട് E2 വരയ്ക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് E3യും E4ഉം വരയ്ക്കാൻ പറ്റില്ല. E5 അതിൻ്റെ രണ്ട് എൻ പോയിൻറ്റും ഒന്ന് V2 ആണ്, അടുത്തത് V5 ആണ്. സോ നമുക്ക് E5 എന്നുള്ള എഡ്ജ് വരയ്ക്കാവുന്നതാണ്. ഇനി E6 അതൊരു ലൂപ്പാണ്, അതിൻ്റെ രണ്ട് എൻ പോയിൻറ്റും V2 തന്നെയാണ്. സോ നമുക്കത് യുവിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് E6ന് നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. E6 വരയ്ക്കുന്നു.
അതിനുശേഷം നമുക്ക് E7 അതിൻ്റെ 2 എൻഡ് പോയിൻറ്റും V3 V5 ആണ്. അതേപോലെ തന്നെ അതിനോട് പാരലായിട്ട് മറ്റൊരു എഡ്ജ് കൂടി ഉണ്ട് E8ഉം. E7ഉം E8ഉം നമുക്ക് വരയ്ക്കാം. 2 എൻഡ് പോയിൻറ്റും യുവിൽ തന്നെയാണ് ഉള്ളത്. ഇനി E9ൻ്റെ ഒരു എൻഡ് പോയിൻറ്റ് V4 ആണ്. V4 യുവിലില്ല. E10 അതേപോലെ തന്നെയാണ്. V5 ഒരു എൻഡ് പോയിൻ്റ് ആണ്, പക്ഷേ V4 യുവിലില്ല. ഇതേപോലെ തന്നെ V6 ഇല്ലാത്തത് കൊണ്ട് E11ഉം നമുക്ക് വരയ്ക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് G(u). ഇനി അടുത്തത് വരയ്ക്കാം രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ഇതിൻ്റെ എഡ്ജ് സെറ്റിൽ ഉണ്ടാവുന്നത് E5ഉം E6ഉം E7ഉം E8ഉം 2 എൻഡ് പോയിൻറ്റും യുവിൽ വരുന്ന രീതിയിലുള്ളത് ഏതൊക്കെയുണ്ടോ അത് മാത്രം നമുക്ക് എഡ്ജ് സെറ്റിൽ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കേസിൽ F എന്നുള്ള സെറ്റ് തന്നിട്ടുണ്ട്. E1 E3 E5 E7 E9. അപ്പോൾ ഇനി നമുക്ക് G(f)ൻ്റെ വെർട്ടെക്സ് സെറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടാവുക ഇവിടെയുള്ള എഡ്ജസിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന എല്ലാ വെർട്ടിസസും വേണം. അപ്പോൾ E1ൻ്റെ എൻഡ് പോയിൻ്റ് ആയിട്ട് നമുക്ക് അവിടെ V1 ഉണ്ട് V2 ഉണ്ട്. അപ്പോൾ എന്തായാലും V1ഉം V2ഉം ഇതിൻ്റെ വെർട്ടെക്സ് സെറ്റിൽ ഉണ്ടാവണം. E3യുടെ എൻഡ് പോയിൻ്റ് ആയിട്ട് ഒരെണ്ണം V1 ആണ്, അത് ഓൾറെഡി നമ്മൾ എഴുതി. ഇനിയുള്ളത് V3 ആണ്. സോ V3യും നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇനി അടുത്ത എഡ്ജ് എടുക്കുന്നു E5ൻ്റെ ഒരു എൻഡ് V2 ആണ്, അത് ഓൾറെഡി ഇവിടെ എടുത്തു നമ്മൾ. അടുത്ത എൻഡ് V5 ആണ്. സോ ഇവിടെ V5ൻ്റെ ആവശ്യമുണ്ട്. ഇനി നോക്കാം E7 V3യും V5ഉം തമ്മിലാണ്, അത് ഓൾറെഡി നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ഇനി E9 V3യും V4ഉം തമ്മിലാണ്. V3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ V4ഉം കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇപ്പം എല്ലാതും കഴിഞ്ഞു. E9ൻ്റെ 2 എൻഡ് വെർട്ടിസസ് V3യും V4 ആണ്, നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെർട്ടെക്സ് സെറ്റ്. ദെൻ ഇതിൻ്റെ എഡ്ജ് സെറ്റ് നമുക്കിവിടെ തന്നിട്ടുള്ളത് തന്നെയാണ് G(f) എന്നുള്ളത്. F തന്നെ. അപ്പോൾ ഇനി ഈ സബ് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ നമുക്ക് അവിടെ ആവശ്യമുള്ളത് V1 ഉണ്ട്, V2 ഉണ്ട്, V3 V5 ദെൻ V4. V1 V2 V3 V5 V4. അപ്പോൾ 5 വെർട്ടിസസ് ആണ് ഈ സബ് ഗ്രാഫിലുള്ളത്. ഇനി നമുക്ക് വരയ്ക്കേണ്ട എഡ്ജസ് നോക്കാം. E1 E3 E5 E7 E9. E1 വരച്ചു. ദെൻ E3 ഇവിടേക്കാണ്. V1ൽ നിന്നും V3യിലേക്ക്. E5 V2വിൽ നിന്നും V5യിലേക്കാണ്. E7 V3യിൽ നിന്നും V5യിലേക്ക്. E9 V3യിൽ നിന്നും V4യിലേക്ക്. അപ്പോൾ ഇതാണ് G(f). ഇത് G(u). അപ്പം ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിൻ്റെ സബ്സെറ്റ്സുകൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫുകൾ വരയ്ക്കുന്നത്. വേണമെങ്കിൽ വേറെയും കൂടി ഇതേ ഒരു ഗ്രാഫിൽ തന്നെ വേറെ എക്സാമ്പിളും കൂടി നോക്കാം. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ U1 എന്നുള്ള സെറ്റ് ഇങ്ങനെ എടുക്കുന്നു. V3 V4 V5. സോ മൂന്നാമത്തെ G(u1) ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഡ്രോ G(u1). അപ്പോൾ നമുക്ക് അവിടെയുള്ള വെർട്ടിസസ് V3 ഉണ്ട്, V4 ഉണ്ട്, V5 ഉണ്ട്. ഇത് V3 V4 V5. ഇനി 2 എൻഡ് പോയിൻറ്റ്സും ഇതിൽ വരുന്ന രീതിയിലുള്ള എഡ്ജസ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ E7 ആവശ്യം വരും, E8ഉം. ദെൻ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് E9ഉം പിന്നെ E10ഉം. സോ ഇത്രയും എഡ്ജസാണ് ആ ഗ്രാഫിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളായിട്ട് ഞാൻ F1 എന്നുള്ള സെറ്റ് ഇങ്ങനെ എടുക്കുന്നു. E5 E10 E11.
3 എഡ്ജസ് ഉള്ള ഒരു സബ്സെറ്റ് എടുക്കുന്നു. E5ൻ്റെ എൻഡ് പോയിന്റ് ആയിട്ട് നമുക്ക് V2 ഉണ്ട്, V5 ഉണ്ട്. E10ൻ്റെ എൻഡ് പോയിന്റ്സ് ആയിട്ട് V4ഉം V5ഉം ആണ്. പിന്നെ E11ൻ്റെ എൻഡ് പോയിന്റ്സ് ആയിട്ട് V5ഉം V6ഉം ആണ്. സോ നമ്മുടെ സബ് ഗ്രാഫിലേക്ക് ആവശ്യമുള്ള വെർട്ടിസസിൻ്റെ കളക്ഷൻ ഇങ്ങനെയാണ്. ആദ്യം E5ൻ്റെ എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള V2ഉം V5ഉം, ദെൻ E10ൻ്റെ എൻഡ് പോയിന്റ്സ് ആയിട്ടുള്ള ഒന്ന് V5 ആണ്, ഒന്ന് V4 ആണ്. E11ൻ്റെ V5ഉം V6ഉം ആയതുകൊണ്ട് V6ഉം ആവശ്യമുണ്ട്. സോ ആ വെർട്ടിസസുകൾ മാത്രം വരയ്ക്കുന്നു. V2, ഇത് V5. പൊസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടൊന്നും കുഴപ്പമില്ല. V4 വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരച്ചുകൊണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല. ദെൻ V6. അപ്പോൾ V2ൽ നിന്നും V5ലേക്ക് E5 വരച്ചു, V5ൽ നിന്നും V4ലേക്ക് E10 വരച്ചു, V5ൽ നിന്നും V6ലേക്ക് E11 വരച്ചു. ഇതാണ് G ഓഫ് F1 എന്നുള്ള സബ് ഗ്രാഫ്. ഇത് G ഓഫ് U1 എന്നുള്ള ജിയുടെ സബ് ഗ്രാഫ്. U1 ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫ്, ഇത് F1 ഇൻഡ്യൂസ് ചെയ്യുന്ന ജിയുടെ സബ് ഗ്രാഫ്. അപ്പം ഇങ്ങനെയാണ് ഒരു ഗ്രാഫിൻ്റെ വെർട്ടെക്സ് സെറ്റിൻ്റെയും എഡ്ജ് സെറ്റിൻ്റെയും സബ്സെറ്റുകൾ ഇൻഡ്യൂസ് ചെയ്യുന്ന സബ് ഗ്രാഫുകൾ വരയ്ക്കുന്നത്.